സുഹൃത്തുക്കളെ, പുതിയൊരു വിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ചാനലിൽ അവതാരകരെ ആവശ്യമുണ്ട്. അവതാരകരെ ആവശ്യമുണ്ടെന്ന് പറയുമ്പം ആദ്യം തുടക്കത്തിൽ പിന്നെ അവർക്ക് കൊടുക്കുന്ന അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇരിക്കുക, ഡിബേറ്റുകൾക്ക് കൂടെ ഇരിക്കുക എന്നുള്ളതായിരിക്കും. തുടക്കത്തിൽ സിംഗിൾ സ്റ്റോറീസ് ഒന്നും ചെയ്യേണ്ടതില്ല. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പിന്നീട് അറേഞ്ച് ചെയ്യും. അവർക്ക് പ്രോംപ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിംഗിൾ സ്റ്റോറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ പ്രോംപ്റ്ററൊന്നും ഇല്ലാതെ ടെലിപ്രോംപ്റ്ററൊന്നും ഇല്ലാതെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എല്ലാവർക്കും അത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ തുടക്കത്തിൽ ഡിബേറ്റിനിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല. ഡിബേറ്റിനിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാനുള്ള സമയം കൊടുക്കും. അതിനകത്ത് ചോദ്യങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ എല്ലാം നൽകും. അതനുസരിച്ച് അവരത് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുക, അവർക്ക് തിരുത്താനും ഒരുപാട് പ്രാവശ്യം മിസ്റ്റേക്ക് വരുത്താനും അത് പിന്നീട് നമ്മൾ തിരുത്തി കൊടുക്കാനും ഒക്കെയുള്ള ക്ഷമയോട് കൂടിയിട്ട് കേട്ടിരിക്കാനുള്ള സമയമൊക്കെ പ്രാക്ടീസിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നൽകും. അതിനുള്ള ട്രെയിനിങ് നൽകും. ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള ശമ്പളം നൽകും. അതിന് ശേഷം തുടക്കത്തിൽ ഒരു 2 ആഴ്ച അവർ കൂടെ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് കഴിവുള്ള ആളുകളെ ലിഫ്റ്റ് ചെയ്യും. അതിൽ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് വിവരം ഉണ്ടാകുക, മലയാളം കോഴിക്കോട് സംസാരിക്കാൻ പറ്റുക, അത് അവരവരുടെ ഭാഷയിൽ. കാസർഗോഡുകാരാണെങ്കിൽ അവിടുത്തെ ഭാഷയിൽ സംസാരിച്ചാൽ മതി, കോഴിക്കോട്ടുകാരാണെങ്കിൽ അവിടുത്തെ ഭാഷയിൽ സംസാരിച്ചാൽ മതി. ഇപ്പോൾ മുക്കത്തോ കൊടുവള്ളിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒപ്പര പോകാമെന്നൊക്കെ പറയാം അല്ലേ. അത് കാരണം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നത് പോലെ നമുക്ക് ഒപ്പര പോകാമെന്ന് പറയാം. അങ്ങനെ ആ ഭാഷയിൽ സംസാരിച്ചാൽ മതി. മലപ്പുറത്തുകാരാണെങ്കിൽ അവിടുത്തെ ഭാഷയിൽ നിങ്ങളെന്താ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായത്താ, എവിടേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ പോകേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള നാടൻ ഭാഷയിൽ സംസാരിച്ചാൽ മതി. തൃശ്ശൂർക്കാരാണെങ്കിൽ എന്തുട്ടാ കെട്ടി എന്നുള്ള സ്റ്റൈലിൽ തന്നെ സംസാരിച്ചാൽ മതി. തിരുവനന്തപുരക്കാരാണെങ്കിൽ അവിടുത്തെ ഭാഷ സംസാരിച്ചാൽ മതി. കൊല്ലംകാരാണെങ്കിൽ അവിടുത്തെ ഭാഷയിൽ സംസാരിച്ചാൽ മതി. നിങ്ങളുടെ കൃത്രിമത്വമില്ലാതെ ജെനുവിനായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ടങ് സ്ലിപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാഭാവികമായി നിങ്ങൾ ശീലിച്ചു വന്ന അതേ സംസാര രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്താണെങ്കിലും സിംഗിൾ സ്റ്റോറീസ് ആണെങ്കിലും നിങ്ങൾ കംഫർട്ടബിളായിട്ട് അങ്ങനെ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്. അത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിബേറ്റ് രീതിയിലായിരിക്കും കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നിട്ട് സിംഗിൾ സ്റ്റോറീസ് ചെയ്യാൻ എല്ലാവരും ഏബിൾ ആയിക്കൊള്ളുന്നില്ല. ജേർണലിസം ഒരു ഘടകമേ അല്ല, വിദ്യാഭ്യാസ യോഗ്യത ഒരു ഘടകമല്ല, അതൊരു വിഷയമല്ല. ലിംഗം അതിനകത്തൊരു ഘടകമല്ല. ആണാവാം, പെണ്ണാവാം, ട്രാൻസ്ജെൻഡർ ആവാം, ആരും ആയാലും കുഴപ്പമില്ല. പക്ഷേ അവർ വളരെ ജെന്യൂനായിരിക്കണം. ജെന്യൂനാണെന്ന് നമുക്ക് ഫീൽ ചെയ്യണം, മനസ്സിലാവണം. ജെന്യൂനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ ജെന്യൂനാണെന്ന് പറഞ്ഞിട്ട് തന്നെ വരിക. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ അവർ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാവണം. ജേർണലിസം അടിസ്ഥാന യോഗ്യതയായിട്ട് കാണുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയുള്ള കുറേ തിക്താനുഭവങ്ങളുണ്ട്. ഞാൻ ആദ്യം ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തിരുവനന്തപുരത്ത് അവിടെ ബ്യൂറോ ചീഫായിട്ടായിരുന്നു ഒരു ചാനലിനകത്ത്. ആ സമയത്ത് അവിടെ വരുമ്പോൾ അവിടെ ആണെങ്കിലും അതിനുശേഷം നാരദ ന്യൂസിലാകുമ്പോൾ ഞാൻ ന്യൂസ് എഡിറ്ററാണ്, മാത്യു സാമുവൽ ചീഫ് എഡിറ്ററാണ്. അവിടെയൊക്കെ ആകുമ്പോൾ ഈ സബ് എഡിറ്റേഴ്സ് ട്രെയിനിൽ എല്ലാവരും ഒന്നുമല്ല, പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം അവരെല്ലാം MCG ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ MCG എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. MCG ആണെങ്കിലും ജേർണലിസം ഡിപ്ലോമ ആണെങ്കിലും പിന്നെയും കുറച്ച് കുഴപ്പമില്ലാതെ നടത്തുന്നത് എറണാകുളത്തെ മീഡിയ അക്കാദമിയിലും ഒക്കെ ഉള്ളൂ. പിന്നെ കോഴ്സ് കുറച്ച് നല്ല ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് നടത്തുന്നത്. ബാക്കി പലയിടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ MCG കഴിഞ്ഞ് വന്നിട്ടുള്ള അധ്യാപകർ വന്നിട്ട് പഠിപ്പിക്കുന്നു. അവർ കിതാബിൽ നോക്കിയിട്ട് പഠിപ്പിക്കുകയാണ്. ആ കിതാബും ഈ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ നിരീക്ഷണങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തിയറി പ്രാക്ടിക്കൽ രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പോകാൻ പറ്റണം. രണ്ടും തമ്മിൽ അതിനായിട്ട് കോമ്പിനേഷൻ ക്ലിയർ ആയിരിക്കണം. തിയറി അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ അതിന് പറ്റുമെന്നുള്ള ബോധ്യമുള്ള ആളാണ് ഞാൻ. കാരണം നമ്മളൊക്കെ വലിയ ജേർണലിസ്റ്റോ ഇതൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇത് വളരെ സിമ്പിളായിട്ട് ഒരു നിരീക്ഷണ പാഠം ഉണ്ടാവുക, സ്വന്തമായൊരു ഭാഷീയ ശൈലിയും ഉണ്ടാവുക, സ്വന്തമായ ഒരു വീക്ഷണം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്, ഒരു ദർശനം ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെ ഏതൊക്കെ ഒരു വിഷയത്തെ തന്നെ നമുക്ക് പല കോണിൽ നിന്ന് പല രീതിയിൽ പല ആംഗിളിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയും ഒരു വിഷയത്തെ. അപ്പോൾ അതിൻ്റെ പല തരത്തിലുള്ള ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് പല ആംഗിളിലുള്ള സ്റ്റോറി ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഫ്രെയിം ചെയ്യണം, ഏത് ആംഗിളിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കും. ജേർണലിസം തപ്പത്തെല്ലാം പറയാൻ കാരണം ജേർണലിസം പഠിച്ച് വന്നവർ ജേർണലിസത്തിൽ PG ഡിപ്ലോമയൊക്കെ എടുത്ത് വന്നിട്ടുള്ള MCG കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഈ നാരദയിലാണെങ്കിലും അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്തെ സ്ഥാപനത്തിലാണെങ്കിലും ഒക്കെ ഈ കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഇതെല്ലാം തികഞ്ഞു വന്നവരാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു സാധനം ചെയ്യാൻ പറയുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യുന്ന ആംഗിളിൽ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇവരിത് നേരെ ഒരു ഐഡിയ ഇല്ലാതെ, ഒന്നും വേണ്ട, ബൈമീ കാമുകൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തൊരു കുട്ടി, വയനാട്ടുകാരിയാണ്. ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. തിരുവനന്തപുരത്ത് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബൈമീ കാമുകൻ എന്നുള്ള വാക്യം പറഞ്ഞു കൊടുത്തപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുക. അതുപോലെ അധ്യാപകരുടെ കുഴപ്പമാണ്, കുട്ടികളുടെ കുഴപ്പമല്ല. അവർ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ്. ഇപ്പം കണ്ണൂർ ഡോൺ ബോസ്കോയിലൊക്കെ MC ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മുൻ ഭാര്യ ഇരിങ്ങാലക്കുട
സെൻറ്റ് ജോസഫ് കോളേജിലാണ് ജേർണലിസം ചെയ്തിരുന്നത്. അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്തമില്ല. ഒരു ചാക്കപ്പൻ എന്ന് പറയുന്ന ആൾ എച്ചോടിയുണ്ട്. അയാൾ ഈ പെൺകുട്ടികളെ ഇടയ്ക്ക് പിന്നെ ചില കുട്ടികളുടെ അടുത്ത് വേറെ രീതിയിലുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും അവളെ റെക്കോർഡ് ഒപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ അവളെ പ്രൊജക്ട് റിപ്പോർട്ട് ഒപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അവസാനം സിനോപ്സിസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം പുള്ളി അംഗീകരിച്ചതിന് ശേഷമാണ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ 2 അധ്യാപകരോടെ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ഒന്ന് പുള്ളിയുടെ അടുത്താണ്, ചാക്കപ്പൻ്റെ അടുത്ത്. പുള്ളി അന്ന് ജേർണലിസത്തിൻ്റെ എച്ചോടിയാണ്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നാണ്. പിറ്റേന്ന് ഞാനും അവളും കൂടി ചെന്ന് സിമ്പിളായിട്ട് ഒപ്പിട്ട് ഞാൻ വിവരം അറിയുന്നതാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വന്നു നമുക്കന്ന്. അന്നൊക്കെ നമ്മളെ ഈ കത്തി തിളയ്ക്കുന്ന പ്രായമാണ്. 2013 ഇപ്പം കുറച്ചുകൂടി നമുക്ക് പ്രായമൊക്കെ കൂടിയപ്പം 47 വയസ്സായി. നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു കുറച്ചുകൂടി പാകതയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അത്ര എടുത്തിയാട്ടത്തിലേക്ക് പോകാറില്ല. പിന്നീട് എൻ്റെ മഞ്ചേരി എൻ്റെ സ്കൂളിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന പ്രൊഫസർ ശിവശങ്കരൻ നായരുടെ അടുത്താണ്. ശിവശങ്കരൻ മാഷ് ഞാൻ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ പോവുക, ചായ കുടിക്കുക ഒക്കെ. പുള്ളി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു. എന്നിട്ട് പോലും ഞാൻ നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നുള്ള എല്ലാ അധ്യാപകരുമായിട്ടും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ MA സരോജം, അതേപോലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ P ഗൗരി, ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ സരസ്വതി, അതേപോലെ തന്നെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ ഡോക്ടർ N രാജൻ, പുള്ളി ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അവിടെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ആസാദ്, നമ്മളെ രാഷ്ട്രീയ നിരീക്ഷകൻ. അങ്ങനെ പ്രൊഫസർ നന്ദകുമാർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന. എല്ലാവരുമായിട്ട് നല്ല വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ അദ്ദേഹം എന്താ വെച്ചാൽ ശിവശങ്കരൻ മാഷ മകൾ അവിടെ പ്രീഡിഗ്രിക്ക് വന്നപ്പോൾ അവൾ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് KS-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ എൻ്റെ അനിയത്തിൽ നിന്ന് കോളേജിൽ പഠിക്കുമ്പോൾ ഇവള് SFIക്ക് വേണ്ടിയിട്ട് ഈ രശ്മിക്കെതിരായിട്ട് വർക്കിനിറങ്ങിയതിൻ്റെ പുറത്ത് ഇവള് എക്സാം എഴുതുന്ന സമയത്ത് പുള്ളി ഇൻവിജിലേറ്ററാണ്. പുള്ളി വന്നിട്ട് എല്ലാ ക്ലാസ്സിലും നോക്കുകയാണ്. ഇൻവിജിലേറ്റർ അല്ല, പുള്ളി എക്സാമിൻ്റെ ക്യാമ്പസിലെ മൊത്തം എക്സാമിൻ്റെയും അതിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു. അതിനെന്താ പോസ്റ്റിൻ്റെ പേരെന്നുള്ളത് എനിക്ക് വായിൽ കിട്ടുന്നില്ല. അപ്പം ഇദ്ദേഹം വന്നിട്ട് ഇവളിരിക്കുന്നിടത്ത് തന്നെ വന്നിട്ട് അവിടെ തന്നെ നിൽക്കും. ഇവളെടുന്നിടത്ത് വന്നിരിക്കും. ഇവക്കാണെങ്കിൽ എന്താ വെച്ചാൽ എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നതുണ്ട്. അതേപോലെ തന്നെ പരീക്ഷ എന്ന് പറഞ്ഞാൽ പേടിയുള്ള കൂട്ടത്തിലാണ് രാജി, എൻ്റെ വലിയ അനിയത്തി. അത് ഇവക്ക് പരീക്ഷ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവള് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, അടുത്ത് തന്നെ നിൽക്കുക. കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചോട്ടെ, കോപ്പി അടിക്കുകയാണെങ്കിൽ. ഇത് അങ്ങനെയല്ല, ഒരാളെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ള രീതിയിൽ പർപ്പസ്ഫുള്ളിയാണ് വന്നിരിക്കുക. കാരണം മകൾക്കെതിരെ പ്രവർത്തിച്ച ആൾ മര്യാദയ്ക്ക് പരീക്ഷ എഴുതുന്നില്ല എന്നുള്ളത്. ഞാൻ ശിവശങ്കര മാഷെ അന്ന് എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഇല്ല. ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ട് ലാൻഡ് ഫോണിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞ മാഷെ, നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, എൻ്റെ അനിയത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിർത്താമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പണി എടുക്കുന്നത് ഞാൻ പറഞ്ഞു, ഞാനെന്നാൽ വേറെ പണി ഞാനും എടുക്കുന്നതായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് പിന്നെ കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ കയറി വന്നിട്ട് അടിക്കേണ്ടി വന്നാൽ അടിക്കും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ ജീവിതത്തിൽ 2 അധ്യാപകരോടാണ്, ഈ ചാക്കപ്പൻ്റെ അടുത്തും ഈ ശിവശങ്കര മാഷയുടെ അടുത്ത്. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ അധ്യാപകരെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നതിൽ ഗുരു എന്ന് പറയുന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ഗുരുദേവോഭവ, അതിഥി ദേവോഭവ എന്ന് പഠിച്ച് ശീലിച്ചിട്ടുള്ളവരാണ്. നമ്മൾ അധ്യാപകരെ സ്കൂളിൽ തൊട്ട് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെയും സ്നേഹത്തോടെ ഓർക്കുകയും അവരുടെ ഒരു ഈ ഗുരുത്വം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ നമ്മളെ അച്ഛനെ അമ്മയിലേക്ക് കാണുന്ന പോലെ തന്നെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആരാധനയൊന്നും ഇല്ല. പക്ഷേ ഈ അധ്യാപകർ പലരെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ ജേർണലിസം പഠിച്ചു കഴിയുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, അവർക്ക് ഒരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവരിങ്ങനെ നമ്മളെക്കാൾ വിവരമുള്ളവരാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ട് അവർ കാണിക്കാറുണ്ട്. അവർ ഭയങ്കര ജാടയിലും കാര്യങ്ങളിലൊക്കെ നിൽക്കും. അതുകൊണ്ട് എനിക്ക് പല സമയത്തും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവസാനം ഞാൻ നാരദ ന്യൂസിലാകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൽ ഞാൻ അംഗീകരിച്ചതിന് ശേഷം, ഞാൻ എൻ്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്നുള്ളത് മാത്യു സാമുവലും ഞാനും അന്ന് CEO ആയിരുന്ന ഹേമന്ത് രാമകൃഷ്ണൻ ഹേമന്തേട്ടനും ഞങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചു. എല്ലാവർക്കും അത് ഇൻഫർമേഷൻ കൊടുത്തു. സ്റ്റുഡിയോയിൽ പറഞ്ഞു, എൻ്റെ അനുമതി കിട്ടിയിട്ട് ഇന്ന സാധനം ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ ഷൂട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞാണ് സ്ക്രിപ്റ്റ് അപ്രൂവൽ മേടിക്കുക എന്നുള്ളത്. എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് നോക്കാൻ വേറൊരാളവിടെ ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി കൈരളി TV ഉണ്ടായിരുന്ന ആളാണ്. എന്നാലും അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് അപ്രൂവൽ മേടിച്ചാലും എൻ്റെ അടുത്തും കൂടി അപ്രൂവൽ മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വലിയ ആളായിട്ടല്ല, പക്ഷേ ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലാണ് ഈ സാധനം കൊണ്ടുപോകുന്നത്, സ്ക്രിപ്റ്റ് അങ്ങനെയാണോ, അവരൊക്കെ പ്രോംപ്റ്റർ നോക്കി വായിക്കുകയില്ല എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയാണെങ്കിലും എല്ലാ രീതിയിലുള്ള നിങ്ങൾക്ക് ട്രെയിനിങ് തരും, കംഫർട്ടബിൾ സോണായിരിക്കും, നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡും ഒക്കെ ഉണ്ടാവും, എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ടാവും, മാനസികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും, നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കൊക്കെ ചെയ്തു തരും. പക്ഷെ നിങ്ങൾക്ക് മനസ്സുണ്ടാവണം, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം, നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ, നമ്മൾ പറഞ്ഞു തരുന്ന കോണിലൂടെ നിരീക്ഷിക്കാൻ. അങ്ങനെയുണ്ട്. ആംഗിൾ ഏറ്റവും പ്രധാനമാണ്. ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ പല ആംഗിളിൽ. ഇപ്പം റഷ്യൻ ഉക്രൈൻ വാർ, റഷ്യക്ക് അനുകൂലമായിട്ട് ചെയ്യാം, ഉക്രൈൻ അനുകൂലമായിട്ട് ചെയ്യാം, എവിടെയും തൊടാതെ ചെയ്യാം, ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ പാലസ്തീൻ
ക്ഷമിക്കണം, ഹമാസ് ഇസ്രായേൽ വിഷയം. ഹമാസ് ഇസ്രായേൽ വിഷയം നമുക്ക് ഹമാസിൻ്റെ ഒപ്പം ഷെയ്ഖ് ഹമാസ് എന്ന് പറഞ്ഞ് കൂടാം, അതേപോലെ തന്നെ നമുക്ക് ഇസ്രായേലിൻ്റെ ഒപ്പം കൂടാം, നമുക്കിത് രണ്ടിടത്തും അല്ലാതെ നിൽക്കാം, ഒക്കെ ചെയ്യാം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞ് സമർത്ഥിക്കാം. പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാം. ഇന്ത്യ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയതിനെ വിമർശിച്ചുകൊണ്ട് ചെയ്യാം. എന്നാൽ ഇന്ത്യ ഉചിതമായ സമയത്ത് ഒരു ഫുൾ കോർ യുദ്ധത്തിലേക്ക് പോകാതിരുന്നത് മഹത്തരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആംഗിളിൽ ചെയ്യാം. ആ ആംഗിൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് അതിന് നമുക്ക് താല്പര്യമൊക്കെ ഉണ്ടാവും, ഇല്ല എന്നും പറയുന്നില്ല. നമുക്ക് ഇന്ന വഴിക്ക് കൂടി ഈ സാധനം കൊണ്ട് എത്തിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. ആ ആംഗിളിൽ ചെയ്യാനുള്ള മനസ്സുണ്ടാകുക, ആ രീതിയിൽ ഫ്രെയിം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അടിസ്ഥാന യോഗ്യത. അതിനകത്ത് ജേർണലിസം ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യത വേണമെന്ന് മാത്രമല്ല, 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അത്യാവശ്യം പത്രം വായിക്കുകയും, പത്രം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ വായിച്ചാൽ മതി, മൊബൈലിൽ വായിച്ചാൽ മതി, പത്രം വായിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവുകയും ആ വഴിക്ക് ആലോചിച്ച് പോകാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്യാമറ പ്രസൻസ് വളരെ ഊർജ്ജസ്വലരായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതായത് ചതഞ്ഞെന്നുള്ള മറ്റിലിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാണ്ട് അങ്ങനെ വളരെ അഗ്രസീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതെങ്ങനെ ചോദിക്കണം എന്നുള്ളത് പോലും നമ്മൾ പറഞ്ഞുതരും. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം നമ്മളെ കൂടെ ഇരുന്ന് ഡിബേറ്റിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സിംഗിൾ സ്റ്റോറീസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ പറഞ്ഞല്ലോ, പ്രോംപ്റ്റർ ഉൾപ്പെടെയുള്ളത് നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. താല്പര്യമുള്ളവർ എൻ്റെ ഈ ചാനലിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൂടി കൊടുക്കാം. ആ നമ്പറിനകത്ത് 7994 എയർടെൽ നമ്പറാണ്. ആ നമ്പറിനകത്ത് വാട്സപ്പ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബയോഡാറ്റ അയയ്ക്കുക, നിങ്ങളുടെ ഫോട്ടോ അയയ്ക്കുക. നിങ്ങളുടെ അത് കഴിയുമ്പോൾ ഞാൻ സ്ക്രീൻ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ എനിക്ക് താല്പര്യം ഉണ്ട്, എനിക്ക് പറ്റും എന്ന് തോന്നുന്ന ആൾക്കാരെ നിങ്ങളുടെ ഒരു കരിയർ ബാക്ക്ഗ്രൗണ്ട് കൂടി എനിക്ക് അയച്ചു തരണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ അത് പറഞ്ഞോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളോട് ഞാൻ അവരോട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസ്, സെൽഫി, വെറുതെ ഫോൺ കൈ പിടിച്ചെടുത്താൽ മതി, ട്രൈപ്പോഡൊന്നും വേണ്ട, അത് അയച്ചു തന്ന് അതിനകത്ത് നിന്ന് പിന്നീട് സ്ക്രീൻ ചെയ്തിട്ട് ഞാൻ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരവസരമാണ് മാധ്യമ പ്രവർത്തന രംഗത്തേക്ക്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത്ര വലിയ ബാലികാറാമലയൊന്നുമല്ല. ഈ ഭൂലോക പോഷണനായ എന്നെ കൊണ്ടത് പറ്റുന്നുണ്ടെങ്കിൽ ലോകത്ത് ആരെ കൊണ്ടത് പറ്റുന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊരവസരമാണ്, താല്പര്യമുള്ളവർ ഇതാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ്, നിങ്ങളെ ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ് നിങ്ങൾ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാന്യമായ വേതനം, താമസം, സൗകര്യം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എറണാകുളമാണ് കേന്ദ്രം. അപ്പം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക.